പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാജിവെച്ചു. ഭാര്യ പ്രണീത് കൌറിനൊപ്പം രാജ്ഭവനിലെത്തിയാണ് അദ്ദേഹം രാജിക്കത്ത് ഗവർണർക്ക് കൈമാറിയത്. പഞ്ചാബ് കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമായതിനെ തുടർന്നാണ് രാജി. അപമാനിതനായി ഇറങ്ങിപ്പോകുന്നു എന്നായിരുന്നു രാജിക്ക് ശേഷം ക്യാപ്റ്റന്റെ പ്രതികരണം. വിശ്വസ്തരായ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് കണ്ടെത്തുമെന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു. मेरा फैसला आज सुबह हो गया था. मैंने कांग्रेस प्रेसिडेंट से बात की थी सुबह और मैंने उनको कह दिया था कि मैं इस्तीफा दे रहा हूं आज. पर आई फील ह्यूमिलिएटेड. चीफ मिनिस्टर से मैं आज छोड़ दूंगा और जिन पे उनको भरोसा होगा उनको बुला देंगे. और मैं कांग्रेस पार्टी में हूं एंड मैं अपने साथियों के साथ बात करूंगा और फिर फ्यूचर कोर्स ऑफ पॉलिटिक्स हम डिसाइड करेंगे. അടുത്ത വർഷം പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അമരീന്ദർ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് നവജോത് സിംഗ് സിദ്ധുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം എംഎൽഎമാർ കുറെ നാളായി ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് തൊട്ട് പിറകെയാണ് ഈ നീക്കം നടന്നിരിക്കുന്നത്. അതിനിടെ 50ഓളം എംഎൽഎമാർ അമരീന്ദറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് കത്തെഴുതുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അമരീന്ദർ സിംഗ് ഈ സ്ഥാനത്ത് നിന്ന് മാറുകയാണ് എന്നുള്ള വിവരങ്ങളും ഇന്ന് വന്നത്. രാവിലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട ശേഷം താൻ പാർട്ടിയിൽ നിരന്തരം അവഹേളനം നേരിടുകയാണ് എന്നുള്ള പരാതിയും അമരീന്ദർ സിംഗ് ഉന്നയിച്ചിരുന്നു. അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. സോണിയാഗാന്ധിയെ രാവിലെ കണ്ട കാര്യം താൻ അപമാനിതനായിട്ട് കൂടിയാണ് പാർട്ടി ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ കോൺഗ്രസ് താൻ വിടുകയില്ല, കോൺഗ്രസിൽ തുടരും, രാഷ്ട്രീയ പ്രവർത്തനം താൻ തുടരും. എന്തായിരിക്കണം തന്റെ ഭാവി പരിപാടി എന്നുള്ളത് തന്റെ അനുയായികളോട് വിശദമായി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക എന്നുകൂടിയാണ് അമരീന്ദർ സിംഗ് പറഞ്ഞത്. പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും പഞ്ചാബിന്റെ എന്നുള്ള വിവരങ്ങൾ കൂടി പല പേരുകളും ഉയർന്നു കേൾക്കുന്നു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ആഭ്യന്തര കലഹത്തിനൊടുവിൽ പഞ്ചാബിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അമരീന്ദർ സിംഗിനെ മാറ്റിക്കൊണ്ട് ഉള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ അത് ഏത് രീതിയിലുള്ള അണിയറ നീക്കങ്ങളൊക്കെയാണ് വരും ദിവസങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. ഒപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന പേരുകൾ ആരുടേതല്ല? അപർണ, രാവിലെ മുതൽ നെറ്റ്വർക്ക് 18 പുറത്തുവിട്ട അഭ്യൂഹത്തിന് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നു. അല്പസമയം മുമ്പ് ചണ്ഡീഗഡിലെ രാജ്ഭവനിൽ എത്തി അമരീന്ദർ സിംഗ് രാജിക്കത്ത് ഗവർണർക്ക് കൈമാറുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. താൻ അപമാനിതനായി എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് ഇത് 3ാം തവണയാണ് താൻ അപമാനിക്കപ്പെടുന്നത് എന്ന തരത്തിലുള്ള പരാമർശം കൂടി അമരീന്ദർ സിംഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ രാജിക്കത്ത് കൈമാറുന്നത് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ ഇനിയും ഭാവിയുണ്ട് എന്നും എന്നാൽ ഭാവി പരിപാടികൾ എന്തായിരിക്കുമെന്ന് അനുയായികളുമായി ആലോചിച്ച് തീരുമാനിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോഴും അമരീന്ദർ സിംഗ് കോൺഗ്രസിൽ തന്നെ തുടരും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മുതിർന്ന ഒരു നേതാവാണ് അമരീന്ദർ സിംഗ്. മാത്രവുമല്ല, പഞ്ചാബിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ട് താനും. എന്നാൽ മാസങ്ങളായി പഞ്ചാബിൽ നവജോത് സിംഗും അതോടൊപ്പം തന്നെ അമരീന്ദർ സിംഗും തമ്മിലുള്ള പഠനപ്പിണക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആഭ്യന്തര കലഹം രൂക്ഷമായതിനിടയിലായിരുന്നു PCC അധ്യക്ഷനായി സിദ്ധുവിനെ തെരഞ്ഞെടുത്തത്. എന്നാൽ അതിനുശേഷവും ഇരുവരും ചേരിതിരിഞ്ഞുള്ള പോരാട്ടം തുടരുക തന്നെയായിരുന്നു. അതിനിടെയാണ് ഹൈക്കമാൻഡ് നടത്തിയ സർവേയിൽ പ്രതിച്ഛായ നഷ്ടമാകുന്നു എന്ന തരത്തിൽ അമരീന്ദർ സിംഗിനെതിരായ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട പശ്ചാത്തലമുണ്ടാകുന്നത്. സിഖ് മതഗ്രന്ഥം കത്തിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്കെതിരെ കൃത്യമായ നടപടികൾ എടുത്തില്ല. സംസ്ഥാനത്ത് ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഒക്കെ അമരീന്ദർ സിംഗിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാസങ്ങളായി തുടരുന്ന കർഷക സമരത്തിൽ നിശബ്ദത പാലിച്ചിരുന്ന അമരീന്ദർ സിംഗ് കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിലെ കർഷകർ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം ഡൽഹിയിലേക്ക് മാറ്റണം, പഞ്ചാബിനെ ശല്യപ്പെടുത്തരുത് എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. ഇത്തരം പരാമർശങ്ങളെല്ലാം തന്നെ സിഖ് വിഭാഗങ്ങൾക്കിടയിൽ കടുത്ത അമർഷം ഉണ്ടാക്കിയിട്ടുള്ളതായി ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ അമരീന്ദർ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് അപർണ, ഇനി കേവലം 6 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ BJP തെരഞ്ഞെടുപ്പിന് മുന്നേ സ്വീകരിച്ചിരുന്ന തന്ത്രം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ് കോൺഗ്രസിലും ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കർണാടകയിൽ മുഖ്യമന്ത്രി രാജിവെച്ച സാഹചര്യമുണ്ടായിരുന്നു. ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസമാണ് BJP മുഖ്യമന്ത്രി രാജിവെച്ചത്. ഇത്തരത്തിൽ രാജി എന്നത് ഒരു
തന്ത്രമായി കൂടി കോൺഗ്രസ് മാറ്റുകയാണോ? പക്ഷേ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ പഞ്ചാബിലുള്ള ആഭ്യന്തര കലഹം 6 മാസം മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി. അമരീന്ദർ സിംഗ് സിദ്ധു പോരിനിടയിൽ നേതൃമാറ്റം എന്നൊരു ഫോർമുലയിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്യുമ്പോൾ ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര്? PCC അധ്യക്ഷൻ സിദ്ധു തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നേക്കുമെന്നുള്ള ചില അഭ്യൂഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന ആഭ്യന്തര കലഹം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണോ ഉള്ളത്? സിദ്ധു, രാജേന്ദ്ര ഉൾപ്പെടെയുള്ള ചില പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. ഇന്ന് വൈകിട്ട് ഒരുപക്ഷെ നിയമസഭാ കക്ഷി യോഗം ചേരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് കേന്ദ്ര നിരീക്ഷകനായ അജയ് മാക്കൻ ഉൾപ്പെടെയുള്ളവർ പഞ്ചാബിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപർണ, BJPയിൽ സംഭവിക്കുന്നത് പോലെ ആവണം പഞ്ചാബിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താനാകില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിമാരെ അടക്കം മാറ്റുമ്പോൾ അവർ ഒരു തരത്തിലുമുള്ള അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ അമരീന്ദർ സിംഗ് ഇന്ന് രാജിവെക്കുമ്പോൾ വളരെ കൃത്യമായ അതൃപ്തി പരസ്യമാക്കുന്നു. കഴിഞ്ഞ തവണ വിജയ് രൂപാണിയുടെ രാജിക്ക് ശേഷം ഭൂപേന്ദ്ര പട്ടേലിനെ അദ്ദേഹം തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഏതായാലും KP അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് രാജിവെച്ചിരിക്കുന്നു. ആഭ്യന്തര കലഹം പഞ്ചാബ് കോൺഗ്രസിൽ തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് സംസ്ഥാനം ഉറ്റുനോക്കുന്ന വാർത്ത തന്നെയായിരുന്നു. സ്കൂളുകൾ നവംബർ 1 തുറന്നേക്കുമെന്നുള്ള വാർത്തയാണ്. നവംബറിൽ തുറക്കുന്ന കാര്യം പരിശോധിക്കണമെന്ന് കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. 1.5 വർഷത്തിന് ശേഷമാണ് സ്കൂളുകൾ തുറക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, ഉറ്റുനോക്കുന്ന വാർത്ത തന്നെയാണ്. കോളേജുകൾ ഒക്ടോബർ 4 തുറന്ന ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സ്കൂൾ തുറക്കുന്ന തീരുമാനത്തിലേക്ക് കടക്കാമെന്ന് കൂടിയായിരുന്നല്ലോ സംസ്ഥാനത്തിന്റെ നേരത്തെയുള്ള തീരുമാനം. അപ്പോൾ നവംബർ ആദ്യം തന്നെ സ്കൂൾ തുറന്നേക്കാമെന്ന തീരുമാനത്തിലേക്ക് കടക്കുന്നു. അത് സ്ഥിരീകരിക്കാറായി എന്നാണോ? സ്കൂൾ തുറക്കും എന്നതല്ല, സ്കൂൾ തുറക്കാനാകുന്ന സാഹചര്യം പരിശോധിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ നവംബർ 1 തുറക്കാം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതൊരു തീരുമാനമായി പ്രഖ്യാപിക്കാറായിട്ടില്ല. അതായത് മറ്റ് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ നവംബർ 1 ക്ലാസുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനി മറ്റ് സാഹചര്യങ്ങൾ കൂടി അനുകൂലമാകണം. പ്രധാനമായി കോളേജുകൾ തുറക്കുന്നുണ്ട്. കോളേജുകൾ ഒക്ടോബർ 4 തുറക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തണം. അതിനുകൂടി ശേഷം മാത്രമേ ഈ ഡേറ്റ് അല്ലെങ്കിൽ നവംബർ 1 എന്നുള്ളത് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നവംബറിൽ സ്കൂളുകൾ തുറക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു. കഴിയുമെങ്കിൽ നവംബർ 1 തന്നെ സ്കൂളുകൾ തുറക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് എല്ലാ ക്ലാസ്സിലും ആയിരിക്കില്ല, എല്ലാ ക്ലാസ്സുകളും തുറന്ന് പ്രവർത്തിക്കില്ല. അതിന് ഏതൊക്കെ ക്ലാസ്സുകൾ തുറക്കണം, ഈ ക്ലാസ്സുകൾ ഒന്നിടവിട്ടത് എല്ലാ ദിവസവും വേണമോ, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വേണമോ, ഷിഫ്റ്റ് അനുസരിച്ച് രാവിലെ മുതൽ ഉച്ചവരെ ഒരു ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം ആ ക്ലാസ്സിലെ തന്നെ പകുതി കുട്ടികൾ, ആ രീതിയിൽ ഷിഫ്റ്റ് അനുസരിച്ച് മാറ്റണമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. എന്തായാലും നവംബർ 1 സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ നവംബർ 1 ക്ലാസ്സുകൾ തുടങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം അവലോകന യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിൽ തുറക്കാനാകുമോ എന്നുള്ള കാര്യം പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞത്. എന്തായാലും നവംബറിൽ ക്ലാസുകൾ തുടങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം. അതിന് മുന്നോടിയായി ഒക്ടോബർ 4 കോളേജുകൾ തുറക്കുമ്പോൾ ആദ്യത്തെ 2 ആഴ്ച എങ്ങനെയാണ് സാഹചര്യം, ഇത്തരത്തിൽ കോവിഡ് കൂടുന്നുണ്ടോ, കുട്ടികൾക്കിടയിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നുണ്ടോ, കുട്ടികൾ കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തുടർ നടപടികൾ ഏതൊക്കെ രീതിയിൽ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്തായാലും ഒക്ടോബർ പകുതിയോടെ കൂടി മാത്രമേ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു അന്തിമ രൂപം കൈവരുകയുള്ളൂ. അതിനുശേഷം മാത്രമേ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിലെ നിർദ്ദേശം ഇതാണ്: സ്കൂളുകൾ തുറക്കാം. ഒക്ടോബർ 1 സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുകയാണെങ്കിൽ സ്കൂളുകൾ തുറക്കാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകാം എന്നുള്ളൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു ചർച്ചയിലാണ് അവലോകന യോഗം തിരിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ 4 കോളേജുകൾ തുറക്കുക, ആ സമയത്തുള്ള സ്ഥിതിഗതികൾ നോക്കിക്കൊണ്ട് ഒക്ടോബർ ഒരു പകുതിയോടുകൂടി ഇതിനകത്തൊരു സ്ഥിരീകരണം ഉണ്ടായാൽ മതി എന്നുകൂടിയാണോ, അതോ ആ രീതിയിലുള്ള ഒരു സൂചനകൾ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരാനോ മുഖ്യമന്ത്രി അത് പറയാനോ ഒക്കെയുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായി ഇത്തരത്തിൽ സ്കൂളുകൾ തുറക്കുന്ന പ്രഖ്യാപനം എന്തായാലും മുഖ്യമന്ത്രി തന്നെയായിരിക്കും ആ തീയതിയും അതിന്റെ ഒരു പ്രഖ്യാപനവും എല്ലാം നടത്തുന്നത്. നമുക്കറിയാം, സ്കൂളിൽ താൽക്കാലികമായി അടയ്ക്കുമ്പോൾ 1.5 വർഷം മുൻപ് താൽക്കാലികമായ എന്ന രീതിയിൽ ക്ലാസുകൾ അടയ്ക്കുമ്പോൾ അതും മുഖ്യമന്ത്രി തന്നെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ പരീക്ഷാ കാലത്തിന് തൊട്ട് മുന്നോടിയായി സ്കൂളുകളിൽ കുട്ടികൾക്ക് എത്താൻ 10ാം ക്ലാസ്സിലെയും പ്ലസ് 2വിലെയും കുട്ടികൾക്ക് എത്താൻ മാത്രമായിരുന്നു അനുമതി നൽകിയിരുന്നത്. അല്ലാതെ സ്കൂളുകൾ ഈ
1.5 വർഷം മുൻപ് ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ, അതായത് സ്കൂളുകൾ താൽക്കാലികമായി അടയ്ക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം റെഗുലർ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഇനിയും മുഖ്യമന്ത്രി എന്തായാലും പ്രഖ്യാപനം നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒക്ടോബർ പകുതിയോടുകൂടി എന്തായാലും. ഓക്കെ, റൈറ്റ്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഐഎംഎയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫീൻ ഹു നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, നവംബർ 1 സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ സ്കൂൾ തുറക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാമെന്നൊരു ആലോചനയിലേക്ക് സംസ്ഥാനം ചെന്നിരിക്കുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഏത് രീതിയിലാണ് IMA കാണുന്നത് ആ സാഹചര്യം? സ്കൂളുകൾ വളരെ ചില പ്രത്യേക നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തുറക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുഖ്യമന്ത്രിയോട് ഏതാണ്ട് 1-2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അഭ്യർത്ഥിച്ചിരുന്നു. ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുകയുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉടനെ തുറക്കാനല്ലായിരുന്നു, നവംബറിലേക്ക് നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രായോഗികമായി വരികയാണ് എന്നുണ്ടെങ്കിൽ സ്കൂളുകൾ തുറക്കുക തന്നെ വേണം, ഒരു സംശയമില്ല. പക്ഷെ ചില പ്രത്യേക കാര്യങ്ങൾ, കാരണം പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും സ്കൂളുകൾ റീഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പല വിദ്യാർത്ഥികളുമായിട്ട്, അതായത് പല സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികളുമായിട്ടായിരിക്കും പല പരീക്ഷകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ മത്സരിക്കേണ്ടി വരുന്നത്. അത് മാത്രമല്ല, കുട്ടികളുടെ മാനസികമായ സമ്മർദ്ദം കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് വളരെയധികം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു നല്ല ശതമാനം ആൾക്കാർക്കും വാക്സിനേഷൻ നൽകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, കുട്ടികളുടെ രോഗം വളരെ മൃദുവായ രീതിയിൽ മാത്രം വരുന്നതാണ് എന്നുള്ളതാണ് എല്ലായിടത്തുമുള്ള കണ്ടെത്തലുകൾ. അവർക്ക് വാക്സിനേഷൻ ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇത്തരം ഒരു പല കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്കൂളുകൾ തുറക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പല കാര്യങ്ങളും നാം ഈ കാര്യത്തിൽ പല മുന്നൊരുക്കങ്ങളും നാം നടത്തേണ്ടതായിട്ടുണ്ട്. സ്കൂൾ മുഴുവനും ഒറ്റയടിക്ക് തുറക്കാൻ കഴിയും. നവംബർ 1 എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ, അതോ അടുത്ത അധ്യയന വർഷം വരെ നീട്ടിക്കൊണ്ടുപോകണമെന്നാണോ IMA കണക്ക് കൂട്ടുന്നത്? നവംബറിൽ നമുക്ക് തുറക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളുകളിൽ വരുത്തേണ്ട ചില പ്രായോഗികമായ മാറ്റങ്ങളാണ്. സ്കൂളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തേണ്ടി വന്നേക്കാം. സ്കൂളുകളിലെ ഓപ്പൺ സമ്പ്രദായങ്ങൾ, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസുകൾ നമുക്ക് മാക്സിമം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അധ്യാപകർക്ക് വാക്സിനേഷൻ തീർന്നു എന്ന് നാം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. സാമൂഹിക അകലം പാലിക്കുവാനുമുള്ള മറ്റ് നിർദ്ദേശങ്ങളും സ്കൂളുകളിലെ ചില ചെറിയ പ്രായോഗികമായ സ്കൂൾ ക്ലാസുകൾക്കുള്ളിൽ നടത്തേണ്ട ചില പ്രായോഗികമായ മാറ്റങ്ങളുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതെല്ലാം നവംബറിന് മുമ്പ് നമുക്ക് തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. ഒരുപക്ഷെ കേസുകളിലൊക്കെ വളരെ നമ്മളുടെയൊക്കെ ഒരു കണക്കൂട്ടലുകൾക്ക് അപ്പുറമായിട്ടുള്ള രീതിയിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം 2000 താഴെയിലേക്ക് എത്തിയിരിക്കുന്നു ആശുപത്രികളിലെ അഡ്മിഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണ്. നമുക്ക് തുറക്കാൻ കഴിയുമെന്ന് തന്നെയാണ് IMA വിശ്വസിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ സുൽഫീൻ ഹു. IMAയും ആ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്നുണ്ട്. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നവംബർ 1 സ്കൂൾ തുറക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഡോക്ടർ സുൽഫീൻ ഹു പ്രതികരിച്ചത്. ഇതിൽ തീരുമാനം ആയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ തന്നെ അതിന്റെ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ +1 പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഈ മാസം 24 ആരംഭിച്ച് അടുത്ത മാസം 18 അവസാനിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഈ മാസം 24 മുതൽ അടുത്ത മാസം 13 വരെയാണ് നടക്കുക. പുതുക്കിയ ടൈം ടേബിളും പ്രസിദ്ധീകരിച്ചു. +1 പരീക്ഷകൾ നടത്താൻ ഇന്നലെ സുപ്രീം കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളും ഈ മാസം 24 ആരംഭിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷകൾ അടുത്ത മാസം 18 വരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 13 വരെയുമാണ് നടക്കുക. വിദ്യാർത്ഥികളുടെ പരാതികൾ കണക്കിലെടുത്ത് പുതുക്കിയ ടൈം ടേബിളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷകൾക്കിടയിൽ 1 മുതൽ 5 ദിവസം വരെ ഇടവേള നൽകിയാണ് ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്. പരീക്ഷകൾ രാവിലെയാണ് നടക്കുക. അതേസമയം സ്കൂളുകൾ തുറക്കുന്നതിലും ചർച്ചകൾ സജീവമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം ഉണ്ടാവണം. കോവിഡ് പ്രോട്ടോക്കോളിന്റെ സംസ്ഥാനതല സമിതിയുടെ തീരുമാനം ഉണ്ടാവണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമിതിയുടെ തീരുമാനം ഉണ്ടാവണം. അവരുടെ സഹകരണം ആവശ്യമാണ്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു ഏകോപിപ്പിച്ചുള്ള ഒരു കമ്മിറ്റി സംസ്ഥാന നിലവാരത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായിട്ട് ഉണ്ട്. ആ കമ്മിറ്റിയാണ് കോളേജ് തുറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. കോളേജുകൾ തുറന്നതിന് ശേഷമുള്ള സാഹചര്യം പരിശോധിച്ച് സ്കൂളുകൾ തുറക്കുന്ന നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏത് വിഭാഗം ക്ലാസുകൾ ആരംഭിക്കണമെന്ന കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.news18.com.
മുതിർന്ന മാധ്യമപ്രവർത്തകൻ KM റോയ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. എറണാകുളം കടവന്ത്രയിലെ വീട്ടിലാണ് അന്ത്യം. സംസ്കാരം നാളെ രാവിലെ 10:30 തേവര സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടക്കും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? മാധ്യമ മേഖലയിൽ ഏത് രീതിയിലായിരിക്കും ഇനി KM റോയുടെ സംഭാവനകൾ ഓർമ്മിക്കപ്പെടുക? അപർണ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കടവന്ത്രയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു വരുന്നതിനിടെ ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വേർപാടുണ്ടായത്. 7 വർഷം മുമ്പ് അദ്ദേഹം പക്ഷാഘാതം വന്നതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു. നാളെ രാവിലെ 10:30 തേവര സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെയാവും സംസ്കാരം. ഭാര്യ എലിസബത്ത് നേരത്തെ മരിച്ചിരുന്നു. എറണാകുളം ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മനു റോയ്, സ്വപ്ന എന്നിവർ മക്കളാണ്. 1961 കേരള പ്രകാശം എന്ന പത്രത്തിലെ സഹപത്രാധിപരായാണ് റോയ് മാധ്യമരംഗത്തേക്ക് പ്രവേശിച്ചു. തുടർന്ന് കേരളം, ഭൂഷണം, ദേശബന്ധു, എക്കണോമിക് ടൈംസ്, ദി ഹിന്ദു തുടങ്ങിയ ദിനപത്രങ്ങളിൽ അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്. UNI വാർത്താ ഏജൻസിയിലും ജോലി ചെയ്തിട്ടുണ്ട്. മംഗളം ദിനപത്രത്തിന്റെ ജനറൽ എഡിറ്റർ പദവിയിലിരിക്കെയാണ് അദ്ദേഹം സജീവ പത്രപ്രവർത്തന രംഗത്തുനിന്നും വിരമിച്ചത്. ദിനപത്രങ്ങളിലും ആനുകാലികളിലുമൊക്കെ അദ്ദേഹം നിരവധി ലേഖനങ്ങൾ എഴുതിയിരുന്നു. മംഗളം വാരികയിൽ ഏതാണ്ട് 2 പതിറ്റാണ്ടിൽ അധികം തുടർച്ചയായി പ്രസിദ്ധീകരിച്ച ഇരുളും വെളിച്ചവും അദ്ദേഹത്തിന് ശ്രദ്ധേയമായ പങ്കായിരുന്നു. പത്രപ്രവർത്തന മേഖലയിലെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തക യൂണിയന്റെ പ്രസിഡന്റ് അടക്കമുള്ള പദവികളും അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കടവന്ത്രയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാവും നാളെ സംസ്കാരം നടക്കുക. അപർണ. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകി. കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനം വാക്സിനേഷൻ തന്നെയെന്നത് ജനങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ഈ തീവ്ര ശ്രമത്തിലൂടെ സമ്പൂർണ്ണ വാക്സിനേഷൻ എന്ന നേട്ടത്തിനരികെ എത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഒട്ടുമിക്ക ജില്ലകളും. അത്തരത്തിലൊരു ജില്ലയാണ് ഹോഷംഗാബാദ്. അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ നോക്കാം. ന്യൂസ് 18 ഫെഡറൽ ബാങ്ക് संजीवनी कैंपेन। ऐसा ही एक गांव नादिया था जहां पर कि कल हमारी वैक्सीनेशन की टीम पहुंची है और उन्होंने लोगों का प्रथम बार वहां पर वैक्सीनेशन किया है। इसके साथ ही साथ दूधी नदी पार करके भी हमारी टीमें गई हैं और उन्होंने गांव में वैक्सीनेशन किया है। ചിന്ദ്വാഡ അതിർത്തി പ്രദേശങ്ങളിൽ കിലോമീറ്ററുകൾ നടന്നാണ് ആരോഗ്യ പ്രവർത്തകർ എത്തിയത്. 2 ഇടങ്ങളിലാണ് കവിഞ്ഞൊഴുകുന്ന പുഴ കടക്കേണ്ടി വന്നത്. എല്ലാ ദുർഘടങ്ങളെയും അതിജീവിച്ച് 100% 1ാം ഡോസ് വാക്സിനേഷൻ എന്ന നേട്ടത്തിന് അരികെയെത്തിയ അഭിമാനത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഉത്തമ മാതൃകയാവുകയാണ് മധ്യപ്രദേശിലെ ഈ ആരോഗ്യ പ്രവർത്തകർ. ന്യൂസ് 18 ഹോഷംഗാബാദ്.